ഒരിക്കൽ ഒരു പോർട്ടബിൾ ടോയ്ലറ്റിനുള്ളിൽ ഒരാൾ സിഗരറ്റ് കത്തിച്ചുവെന്നും അവിടെ കെട്ടിക്കിടന്നിരുന്ന മീഥേൻ വാതകം ആളിക്കത്തി ടോയ്ലറ്റ് മുഴുവൻ പൊട്ടിത്തെറിക്കുകയും അയാൾക്ക് ഗുരുതരമായ 3-ാം ഡിഗ്രി പൊള്ളലേറ്റുവെന്നും ഒരു കഥയുണ്ട്. ആ കഥയ്ക്ക് എന്തെങ്കിലും സത്യമുണ്ടോ എന്നറിയാൻ മനുഷ്യന്റെ വിസർജ്യം എത്രത്തോളം മീഥേൻ ഉൽപ്പാദിപ്പിക്കുമെന്ന് കണ്ടെത്താൻ ആഡം പുതുതായി ശേഖരിച്ച വിസർജ്യം ലാബിലേക്ക് കൊണ്ടുവന്നു. പൂർണ്ണമായ ബയോഹസാർഡ് ഗിയർ ധരിച്ച അവർ ഈ വിസർജ്യം 3 ഫ്ലാസ്കുകളിലായി തുല്യമായി പകുത്തു. ഒന്നിൽ വെള്ളവും മറ്റൊന്നിൽ മൂത്രവും മൂന്നാമത്തേതിൽ നീലക്കഭവും ചേർത്തു. 4-മതൊരു ഫ്ലാസ്ക് നിയന്ത്രണ ഗ്രൂപ്പായി മാറ്റിവെച്ചു. ഈ പരീക്ഷണത്തിന്റെ ലക്ഷ്യം ഏത് മിശ്രിതമാണ് കൂടുതൽ മീഥേൻ പുറത്തുവിടുന്നതെന്ന് കണ്ടെത്തുക എന്നതായിരുന്നു. കുറച്ചു ദിവസത്തെ ഫെർമെന്റേഷനു ശേഷം ഓരോ ഫ്ലാസ്കിലും വളരെ നേരിയ അളവിലുള്ള മീഥേൻ മാത്രമാണ് കാണിച്ചത്. അതായത് മനുഷ്യന്റെ വിസർജ്യത്തിന് മാത്രം ഒരു സ്ഫോടനത്തിന് കാരണമാവാനുള്ളത്ര വാതകം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ പോർട്ടബിൾ ടോയ്ലറ്റിലേക്ക് കൂടുതൽ മീഥേൻ പമ്പ് ചെയ്താൽ എന്ത് സംഭവിക്കും? തുടർന്ന് എന്തുണ്ടായി? അവർ ഒരു പോട്ടാപ്പൊട്ടി വാങ്ങി. വാതകം നിയന്ത്രണാതീതമാവുകയാണെങ്കിൽ സുരക്ഷിതമായി പുറത്തുവിടാൻ ഒരു ദ്വാരം അതിൽ തുളച്ചു. ടോറി ഒരു വിദൂരജ്വലന സംവിധാനം സജ്ജീകരിക്കുകയും ഒരു ടെസ്റ്റ് ഡമ്മിയെ സീറ്റിലിരുത്തുകയും ചെയ്തു. ഒരു പൈപ്പ് വഴി മീഥേൻ ടാങ്ക് ടോയ്ലറ്റുമായി ബന്ധിപ്പിച്ചു. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ അഗ്നിശമന സേനാംഗർ തയ്യാറായി നിന്നു. എല്ലാം സജ്ജീകരിച്ച ശേഷം അവർ മീഥേൻ അകത്തേക്ക് പമ്പ് ചെയ്യാൻ തുടങ്ങി. സാന്ദ്രത 20% കവിഞ്ഞപ്പോൾ ടോറി ഇഗ്നിഷൻ സ്വിച്ച് അമർത്തിയെങ്കിലും കാര്യമായൊന്നും സംഭവിച്ചില്ല. ആവശ്യത്തിന് ഓക്സിജൻ ഇല്ലാത്തതിനാൽ ഒരു ചെറിയ തീജ്വാല മാത്രമേ ഉണ്ടായുള്ളൂ. വാതകം പുറത്തുവിട്ട ശേഷം അവർ വീണ്ടും ശ്രമിച്ചു. ഇത്തവണ അവർ ആദ്യം ഒരു കത്തുന്ന ടോർച്ച് അകത്തുവെച്ചു. എന്നിട്ട് ടോയ്ലറ്റിൽ വീണ്ടും മീഥേൻ നിറച്ചു. മീഥേൻ അളവ് 9% ബൂം, ടോയ്ലറ്റ് പൊട്ടിത്തെറിച്ചു. ടോയ്ലറ്റ് മുഴുവനായും പറന്നുപോകാൻ തക്ക ശക്തി അതിനുണ്ടായിരുന്നില്ല. പക്ഷേ അകത്തിരിക്കുന്ന ആർക്കും ഗുരുതരമായി പൊള്ളലേൽക്കാൻ ഈ സ്ഫോടനം മതിയായിരുന്നു.